ഞാനിങ്ങനെ വചനം പറയേണ്ടതിനെ കുറിച്ച് തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ആലോചിക്കുമ്പോൾ, മുൻപ് ഞാനിങ്ങനെ സങ്കീർത്തന ഭാഗം വായിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എടുത്ത് വെച്ച ഒരു വചനഭാഗമുണ്ട്. ആ വചനഭാഗം പെട്ടെന്ന് എനിക്ക് തന്നു. ആ വചനഭാഗം തന്നു. അത് എൻ്റെ മനസ്സിൽ അന്ന് തന്നു വെച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ആ വചനഭാഗം എടുത്ത് ബൈബിൾ തുറന്ന വഴി അത് തന്നെ തുറന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച് തന്നു. ആ വചനഭാഗത്തിൻ്റെ ഒരു പ്രത്യേക മീൻസ് ഹെഡിങ് എന്തായിരുന്നു എന്നറിയോ? ചരിത്രം നൽകുന്ന പാഠം. സങ്കീർത്തനം 78. ചരിത്രം നൽകുന്ന പാഠം. കുറച്ച് മുമ്പ് ഞാൻ വായിച്ചപ്പോൾ തമ്പുരാൻ അത് മനസ്സിൽ കുറിച്ചിട്ടതാ. പക്ഷേ ഇവിടെ വചനം പറയേണ്ട ആ സമയം വന്നപ്പോൾ, അതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് വീണ്ടും അത് തന്നെ ഓർമ്മപ്പെടുത്തി. അപ്പം ഞാനത് ധ്യാനപൂർവ്വം ആ ഭാഗം വായിച്ചപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നത് ചരിത്രം നൽകുന്ന പാഠം. ശരിക്കും നമ്മൾ അങ്ങനെയല്ലേ? അതായത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുക അല്ലേ? അങ്ങനെയാണ് സാധാരണ പറയുക, അനുഭവങ്ങളിൽ നിന്നാണ് പഠിക്കുക എന്ന്. പഠിക്കുന്നവർ നന്നായി ജീവിക്കുന്നുണ്ട്, പഠിക്കാത്തവർ പോണ വഴിക്ക് തന്നെ പോകണു. എനിവേ, എന്തായാലും അനുഭവങ്ങൾ നമുക്കൊരു പാഠമാണ്. അതുപോലെ ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഒരു തെളിവാണ്. അതുമാത്രമല്ല, അങ്ങനെ പോയാൽ അല്ലെങ്കിൽ അതാണ് ഇനിയും ആവർത്തിക്കുന്നതെങ്കിൽ ഈ വഴികളിലൂടെയൊക്കെ നമ്മൾ പോകേണ്ടി വരും എന്നുള്ളൊരു താക്കീതും കൂടിയാണ് നമുക്ക് ചരിത്രം നൽകുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ വചനം കറക്റ്റായിട്ട് എഴുതി വച്ചിരിക്കണേ, ചരിത്രം നൽകുന്ന പാഠം. അത് വായിച്ചു വന്നപ്പോൾ അതിൽ രണ്ടാമത്തെ വചനം ഇങ്ങനെയാണ്: ഞാനൊരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. നാം അത് കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്, പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആ വചനം വായിച്ചപ്പോൾ എന്നെ അവിടെ ഒന്ന് നിർത്തിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നാം അത് കേട്ടിട്ടുണ്ട്, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ തിരുവചനത്തിലൂടെയാണ് അല്ലേ? പിതാക്കന്മാർക്ക് വേണ്ടി ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളും ഈ ചരിത്ര പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ബൈബിളാകുന്ന ഈ ചരിത്ര പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അതിൽ 78-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, ചരിത്രം നൽകുന്ന പാഠം. അതായത് നമ്മുടെ മുൻപിൽ ഒരു ചരിത്ര പുസ്തകം എന്ന് തന്നെ പറയാവുന്ന നമ്മുടെ ബൈബിളിലൂടെ എഴുതി വച്ചിരിക്കുന്നത് നമുക്കൊക്കെ ഓരോ പാഠങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വചനം, നാലാമത്തെ വചനം: അവരുടെ മക്കളിൽ നിന്നും നാം അത് മറച്ചു വയ്ക്കരുത്. കർത്താവ് പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങളും അവിടുത്തെ ശക്തി പ്രഭാവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് വിവരിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൽ തന്നെ എഴുതി വെച്ചിരിക്കുക, ചരിത്രം നൽകുന്ന ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുക, നമ്മുടെ കർത്താവ് ദൈവം പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ഈ വചനം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി തന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നതിൽ നമുക്കൊക്കെ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പിഴവിൻ്റെ പരിണിത ഫലങ്ങളാണ് നമ്മുടെ ഇന്നത്തെ തലമുറയിൽ നമ്മൾ കാണുന്നത്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എടുത്തു പറയത്തക്കതാണ്. ഈ വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ മാതാവിൻ്റെ വിമല ഹൃദയ തിരുനാളിൻ്റെ അന്ന് വായിച്ച സുവിശേഷ ഭാഗ ബാലനായ ദേവാലയത്തിൽ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിലാണത്. ആ വചനഭാഗം ആരംഭിക്കുന്നത് തന്നെ പതിവനുസരിച്ച് അവർ ദൈവാലയത്തിലേക്ക് പോയി. അങ്ങനെ ദൈവാലയത്തിലേക്ക് പോയത് പതിവനുസരിച്ചാണ് അല്ലേ? ഇങ്ങനെ പതിവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മുൻ തലമുറ നമുക്ക് പകർന്നു തന്നത്. പതിവായി ചെയ്യുന്ന കുരിശുവര, പതിവായി ചെയ്യുന്ന ബൈബിൾ വായന, പതിവായി വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന രീതി, ഇതൊക്കെ നമുക്കും കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് എത്രമാത്രം പകർന്നു കൊടുത്തുവോ അത്രയും ഉണ്ടാവും ഇന്ന് നമ്മുടെ തലമുറ അതെടുത്ത് ഉപയോഗിക്കുന്നത്. അത് ഈ വചനത്തിൽ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്.
സങ്കീർത്തനം 78:6. വരാനിരിക്കുന്ന തലമുറ ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഈ ചരിത്രം നൽകുന്ന പാഠം അത്. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവ് കിട്ടും. വരാനിരിക്കുന്ന തലമുറ എന്ന് പറഞ്ഞാൽ ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ. എത്ര കാലം ഈ ഭൂമിയിൽ മനുഷ്യ മക്കളുണ്ടോ അന്ന് വരെയുള്ള മക്കൾക്ക് വേണ്ടി എഴുതി വയ്ക്കപ്പെട്ട ഒരു ചരിത്രം അത്. അത് പകർന്നു കൊടുക്കുക എന്നുള്ളത്, പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്വം ഇന്നത്തെ തലമുറയിലുള്ള നമ്മൾക്ക് ഉണ്ട്. ഇതിൽ വന്ന പിഴവാണ് ഇന്ന് നമ്മുടെ മക്കളൊക്കെ കാറ്റഗിസം കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിയുമ്പോൾ പള്ളിയുടെ ഏറ്റവും ലാസ്റ്റ് എത്തും. പിന്നെ 2 വർഷം കൂടി കഴിയുമ്പോൾ അവർ പള്ളിയിൽ നിന്ന് പുറത്താണ്. വചനം കറക്റ്റായിട്ട് അത് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ നമ്മളിത് അവർക്ക് പകർന്നു കൊടുക്കുന്നത്? 7ാമത്തെ തിരുവചനം. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. അവർ ദൈവത്തിൽ ആശ്രയിക്കാൻ, കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ, ഇതിനു വേണ്ടിയാണ് നമ്മളോട് പകർന്നു കൊടുക്കാനായി പറയുന്നത്. ഇന്ന് നമ്മൾ പകർന്നു കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയത് കൊണ്ടാണ് നമ്മുടെ മക്കൾ ദൈവത്തിൽ ആശ്രയമില്ല. ഇനി 8ാമത്തെ വചനം വായിച്ചാൽ, അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുഷ്ടാടിയക്കാരും മത്സരബുദ്ധികളും ചഞ്ചലഹൃദയരും ദൈവത്തോട് അവിശ്വസ്തരും ആകരുത്. അതായത് ഈ ചരിത്ര പുസ്തകം തന്നെ പിതാക്കന്മാർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചപ്പോൾ, ദുശാടിക്കാരായി മാറിയപ്പോൾ, ചഞ്ചലചിത്തരായി മാറിയപ്പോൾ ഒക്കെ എന്താ സംഭവിച്ചെന്നുള്ളത് വിവരിച്ചു വെച്ചിട്ടുണ്ട് ഇല്ലേ? ഇങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പകർന്നു കൊടുക്കുക എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ പകർന്നു കൊടുക്കുന്നതിലുള്ള വീഴ്ച, അതാണ് ഇന്നത്തെ തലമുറയ്ക്ക് ഈ വിശ്വാസത്തിൽ നിന്നുള്ള അകൽച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നോക്കിയ ചഞ്ചലഹൃത്തര. നമ്മുടെ മക്കളൊക്കെ അങ്ങനെയല്ലേ? ഇന്നത്തെ തലമുറ മുഴുവൻ അല്ലേ? അവരുടെ കാര്യം, അവർ പ്രാർത്ഥിച്ച കാര്യം അത് നടന്നില്ലെങ്കിൽ അവരതിൽ നിന്ന് പിന്മാറും. നടക്കാൻ എളുപ്പമുള്ള വഴിയിലേക്ക് അവർ പോകും. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അങ്ങനെയല്ലേ നമ്മുടെ മക്കള് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ? അവർ ചഞ്ചലഹൃത്തരാ. അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാ അവർ വരുള്ളൂ. അത് നടന്നില്ല എങ്കിൽ ആ വിശ്വാസത്തിൽ അവർക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അങ്ങനെ മാറുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതൊക്കെ നമ്മൾ എൻ്റെ പിഴാന്ന് വെക്കണം. നമ്മൾ പകർന്നു കൊടുത്തതിൽ വന്ന വീഴ്ച, അല്ലെങ്കിൽ പകർന്നു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരുന്നത് കൊണ്ട് സംഭവിച്ച അപാകത, അതാ ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തീയ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷം ജീവിച്ച ദൈവത്തെ ഈസിയായിട്ട് ഉപേക്ഷിച്ച് വേറെ മതങ്ങളിലേക്ക് പോകാൻ അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് ചിന്തിച്ച് ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ജീവിക്കുമ്പോൾ അങ്ങനെ വേണം, എല്ലാവരും കൂട്ടുപിടിക്കണം. പക്ഷെ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ഇത് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വീണ്ടും അത് ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ വന്ന വീഴ്ചേനെ തിരുത്താതെ ഇനി നമുക്ക് നമ്മുടെ തലമുറേനെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. നമ്മൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് നമ്മുടെ തലമുറേനെ തിരിച്ചു കിട്ടില്ല. നമ്മൾ നമ്മുടെ വീഴ്ച തിരുത്തണം. തിരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ഇന്ന് അച്ഛൻ വചനം വ്യാഖ്യാനിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ? പ്രത്യേകം എടുത്തു പറഞ്ഞ വചനമായിരുന്നു ആരെ ഭയപ്പെടണം എന്നുള്ളത്. ആരെ ഭയപ്പെടണം? ശരീരത്തെ കൊന്ന് കളയാൻ കഴിവുള്ളവനെ നമ്മൾ ഭയപ്പെടേണ്ട. ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിച്ച് നരകത്തിൽ തള്ളുവാൻ കഴിവുള്ളവനെ ഭയപ്പെടണം എന്ന് വചനം പറഞ്ഞാൽ അതെന്താ ഉദ്ദേശിക്കണേന്നറിയോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം, അതിൽ ഒരു ജ്ഞാനം നമ്മൾക്ക് ലഭിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമ്മുടെ മക്കളിലേക്ക് പകർന്നു കിട്ടുമ്പോൾ അതിലുള്ള ഒന്നാ ദൈവഭയം. ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് ദൈവഭയം ഇല്ല. അതുകൊണ്ടല്ലേ എന്തും ചെയ്യണേ? ഈ ചെയ്യണ സമയത്ത് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാ അവർ വിചാരിക്കണേ അല്ലേ? അവരെന്നല്ല, നമ്മളെല്ലാവരും അല്ലേ? നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ, പ്രത്യക്ഷത്തിൽ നമ്മളെ മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ട് അല്ലേ? അത് തെളിവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് ആ ഗഹസി എന്ന് പറയുന്ന ഭൃത്യനോട് ചോദിച്ചത്, നീ ഇത് ചെയ്തപ്പോൾ
എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? ഇതാണ് ദൈവഭയം. ഈ ദൈവഭയം നഷ്ടപ്പെട്ടതാ നമ്മുടെ തലമുറയുടെയൊക്കെ ഏറ്റവും വലിയ അപാകത. ഇത് നമ്മൾ പതിവ് കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ വന്ന വീഴ്ചയാ ഈ ദൈവഭയം നഷ്ടപ്പെട്ടത്. നമ്മൾ പറയില്ലേ, കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും കതിരിലല്ലേ വളം വെക്കണേ? നമ്മുടെ മക്കൾ തെറ്റിപ്പോകുന്ന കാണുമ്പോഴല്ലേ നമ്മൾ ഓടണത് ഓരോ സ്ഥലങ്ങളിലേക്ക്, അല്ലേ? അപ്പോഴല്ലേ അവർ ഉപദേശിക്കണേ, അവരെ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കണേ, അല്ലേ? ഇതൊക്കെ എന്തുകൊണ്ട് ചെറുപ്പത്തിൽ നമുക്ക് കൊടുത്തുകൂടാ? നമ്മുടെ കൺട്രോളിൽ നിൽക്കണ ഒരു കാലഘട്ടം അല്ലേ അവരുടെ ചെറുപ്പ കാലഘട്ടം. അന്ന് എന്തുകൊണ്ട് നമുക്ക് പകർന്നു കൊടുത്തുകൂടാ? അന്ന് എന്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് അവരെ ധ്യാനത്തിന് കൊണ്ടുപോയി പങ്കെടുപ്പിച്ചില്ല? എന്തുകൊണ്ട് അവരെ മധ്യസ്ഥ പ്രാർത്ഥന ഇരിക്കാൻ പഠിപ്പിച്ചില്ല? കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ നിർബന്ധിച്ചില്ല? ഇതൊക്കെയാണ് നമ്മൾക്ക് സംഭവിച്ച അപാകത. പരിശുദ്ധാത്മാവ് കറക്റ്റായിട്ട് ആ വചനം ഓർമ്മപ്പെടുത്തി തന്നെ. ഈ വചനം ഓർമ്മപ്പെടുത്തി തന്നിട്ട് പറഞ്ഞ കാര്യങ്ങളാ. ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും, ഞാനും ഉൾപ്പെടുന്ന ഇന്നത്തെ സമൂഹം കാണിച്ച വീഴ്ച. ആ വീഴ്ചയാണിന്ന് ദൈവഭയമില്ലാത്തൊരു തലമുറ രൂപം കൊണ്ടിരിക്കുന്നത്. ദൈവഭയമില്ലാത്തൊരു തലമുറ രൂപം കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ ദൈവഭയം അത് പകർന്നു കൊടുക്കണം. നമ്മൾക്ക് പറ്റും പകർന്നു കൊടുക്കാം. അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമല്ലേ? നമ്മളെങ്ങനെ ചെയ്യുക എന്ന് നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും. അതുകൊണ്ടാണ് ഞാനിത് പറയണേ, നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. നമ്മുടെ മക്കൾ ചെറുപ്പമായിരിക്കുമ്പോൾ, ഇപ്പം നിങ്ങളുടെ കൂടെയൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ മക്കളായിരിക്കില്ല, പേരക്കുട്ടികളായിരിക്കാം, അല്ലേ? അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ അവരെ തിരുത്തി കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമല്ല. അത് ചെയ്താൽ ദൈവം വേദനിക്കൂട്ടോ. അങ്ങനെ പറയണം നമ്മുടെ മക്കളോട് അങ്ങനെ പറയണം. അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് ഭയപ്പെടാനുള്ളൊരു രീതി അവരുടെ ഉള്ളിൽ ഉണ്ടാക്കണം. സ്നേഹം വന്നാൽ അവിടെ വേദനിപ്പിക്കില്ല. അത് പ്രകൃതിയുടെ നിയമ അല്ലേ? നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ? സ്നേഹം വന്നാൽ അവരെ വേദനിപ്പിക്കില്ല. ഈ സ്നേഹം നമ്മൾ പകർന്നു കൊടുക്കണം, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ മാതൃകയിലൂടെ. അങ്ങനെ നമ്മൾ കൊടുക്കാത്തത് കൊണ്ടാണ് ഈ മക്കൾക്ക് ദൈവഭയം ഇല്ലാതായി പോകുന്നത്. എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവം. ഞാൻ യു പി സ്കൂളിലാണ് പഠിപ്പിക്കണേ. ചെറിയ കുട്ടികൾ 5-6-7 ക്ലാസ്സല്ലേ വരുള്ളൂ. അവരോട് എന്തെങ്കിലും പറയും, പ്രത്യേകിച്ച് അവരെ കറക്റ്റ് ചെയ്യും. ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമില്ലല്ലോ കറക്റ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് മാതാപിതാക്കൾ കറക്റ്റ് ചെയ്യണില്ല. അതുകൊണ്ട് ടീച്ചേഴ്സായ ഞങ്ങൾക്കാണ് കൂടുതൽ പണി വരിക. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെയൊക്കെ മുഖം വാടിയിട്ടുണ്ടാവും, ചെയ്തത് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ പറയേ, സിസ്റ്ററോട് ദേഷ്യം തോന്നണ്ട, സിസ്റ്ററിന് ദൈവത്തോട് സ്നേഹമുള്ളത് കൊണ്ടും ദൈവത്തെ പേടിയുണ്ട്. സ്നേഹമുള്ള ആളെ വേദനിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് സിസ്റ്റർ കറക്റ്റ് ചെയ്യണേ. അല്ലെങ്കിൽ ഇല്ലേ, നാളെ നിങ്ങൾ ഒരു തെറ്റിപ്പെട്ട് നിൽക്കണ സമയത്ത് ഈ ദൈവം എന്നോട് ചോദിക്കും, എൻ്റെ ദൈവം എന്നോട് ചോദിക്കും, 1 വർഷം നിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ലേ? 1 വർഷം നിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ലേ? അന്ന് നീ കൊടുക്കേണ്ടത് കൊടുത്തോന്ന്. അങ്ങനെ ഒരു ചോദ്യത്തെ പേടിയുള്ളത് കൊണ്ടാണ് മക്കളെ സിസ്റ്റർ ഇങ്ങനെ പറയണേ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആ മുഖത്തെ ഭാവമൊക്കെ മാറും. അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, ഇങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് സിസ്റ്റർ പറഞ്ഞ്. ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് മക്കൾക്ക്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരക്കുട്ടികൾക്കൊക്കെ ഇങ്ങനൊരു ബോധ്യം ചെറുപ്പത്തിലേ കൊടുത്തൂടെ? ഈ ദൈവഭയം ഇല്ലാത്ത തലമുറ കൊണ്ട് വലിയ വലിയ കൊലപാതകങ്ങളൊന്നുമല്ല നടക്കണേ. നമ്മുടെ വൃദ്ധമന്ദിരങ്ങൾ ആളുകളെ കൊണ്ട് നിറയാ. ഇതിപ്പോൾ ഞാൻ ഈ സംഭവം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഈ വചനം പറയുമ്പോൾ, ഞാനൊരു പ്രാവശ്യം ഒരു മാർച്ച് മാസത്തിൽ ധ്യാനിക്കാനായിട്ട് പോയപ്പോൾ ഒരു അൽമാരുടെ ധ്യാനം കൂടി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലിരുന്ന ഒരു അമ്മച്ചി നല്ല സന്തോഷത്തിൽ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നല്ല പ്രായം എന്ന് വെച്ചാൽ ഒരു 70 വയസ്സൊക്കെ ഉണ്ടാവും. ധ്യാനത്തിൻ്റെ ലാസ്റ്റ് ദിവസമായപ്പോൾ ഈ അമ്മച്ചി എൻ്റെ അടുത്ത് എൻ്റെ കൈമ പിടിച്ചിട്ട് അങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് ഇത്രയും എന്നോട് പറഞ്ഞൊരു വാക്കാ, ഈ ധ്യാനത്തിന് വന്നപ്പോഴില്ലേ, ഞാൻ ഇവിടെ നിന്ന് എല്ലാ ദിവസവും 2 ഗ്ലാസ് ചായ കുടിച്ചു സിസ്റ്ററെ. എല്ലാ ദിവസവും 2 ഗ്ലാസ് പാൽ ചായ കുടിച്ചു. കൈമ പിടിച്ചിട്ട് പറഞ്ഞതാ. അത്രേ അമ്മ പറഞ്ഞോളൂ. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അവിടെ നിന്ന് കണ്ണീര് വീഴാതെ പോരാൻ ഞാൻ കഷ്ടപ്പെട്ടു. ആ അമ്മ എൻ്റെ കൈമ പിടിച്ചുകൊണ്ട് പറഞ്ഞതാ. ഞാൻ ആ സമയം കഴിഞ്ഞ് പിന്നെ അമ്മേനെ തനിയെ കണ്ടു, ധ്യാനം കഴിഞ്ഞ് പോണതിന് മുമ്പ്. അപ്പം അമ്മ പറഞ്ഞത്, 2 മക്കളാ, ഒരു മോനേ ഉള്ളൂ. ആ മോൻ ഭർത്താവ് മരിച്ചിട്ട് ഈ അമ്മയ്ക്ക് ഒരു ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് പെൻഷനൊക്കെ കൊണ്ട് അമ്മ ജീവിക്കണേ. ഈ മോനെ നന്നായി വളർത്തി. അവർ നല്ല നിലയിലായപ്പോൾ ആ അമ്മയ്ക്ക് പാലൊഴിച്ച് ചായ കൊടുക്കില്ല. ആ വീട്ടിൽ പശുവുണ്ട്.
ഉണ്ട്. ആ പാൽ അവർ വിൽക്കണുണ്ട്, വീട്ടിലുള്ള അമ്മയ്ക്ക് അത് കൊടുക്കണില്ല. ഇത് കേൾക്കണ നിങ്ങളുടെയൊക്കെ കണ്ണ് നിറയണില്ലേ? ഞാൻ അമ്മച്ചിക്ക് എൻ്റെ നിന്ന് പൈസ എടുത്തു കൊടുത്തിട്ട് നല്ല ചായ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ പുറത്തുനിന്ന് ഞാൻ പറഞ്ഞു. ഇന്നും അത് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു നനവ. മക്കളെ വളർത്തിയതാ. ആ അമ്മയ്ക്ക് എന്താ പറ്റി? ഭർത്താവില്ലാതെ എല്ലാം കൊടുത്ത് മക്കളെ വളർത്തിയതാ. അമ്മ കൊടുക്കേണ്ടത് ദൈവത്തോടുള്ളൊരു ഭയല്ലേ? ദൈവഭയവും ദൈവഭക്തിയാ. അത് ശരിക്കും കൊടുത്തെങ്കിൽ ആ മകൻ ഇന്ന് അങ്ങനെ ചെയ്യുമോ? ചെയ്യില്ല. കാരണം തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കേണ്ട വരുന്നൊരു ബോധ്യം ഉണ്ടാവുമായിരുന്നു. അതില്ലാതെ പോകുന്നതുകൊണ്ടാണ്. ഞാൻ ചില അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും, ദൈവമേ ഇതിൻ്റെ പരിണിത ഫലം എന്താണെന്നൊന്ന് കാണിച്ചു കൊടുത്തെങ്കിൽ. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഫാമിലീനെ എനിക്കറിയാം. 3 ആൺപിള്ളേരാണ് അവിടെ. ഈ അപ്പനും അമ്മയുണ്ട്, അവരാരോഗ്യമുള്ളവരാണ്, അവർക്കൊന്നും ചെയ്തു കൊടുക്കണ്ട, അവരെ നോക്കിയാൽ മതി, നേരത്തിന് ഭക്ഷണം കൊടുത്താൽ മതി, വീട്ടിൽ കുറച്ച് സ്ഥലം കൊടുത്താൽ മതി, വേറൊന്നും വേണ്ട, അത്രയേ ഉള്ളൂ അവർക്ക്. പക്ഷെ അതുപോലും മക്കൾ 1 മാസം ഇവിടെ 1 മാസം അവിടെ, ഈ മാസം കഴിഞ്ഞ് അപ്പുറത്തേലും അവർ പറയും ഇവിടെ വരണ്ട, അങ്ങനെ ഒരവസ്ഥ. പക്ഷെ ഒരിക്കലും ആ അമ്മച്ചി പരാതി പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷേ ആ അമ്മച്ചീനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പറയുമ്പോൾ ഭയങ്കര വേദനയാണ് കാണണം എല്ലാവർക്കും ആ അപ്പച്ചൻ്റെ അമ്മയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ. പക്ഷേ ആ സമയത്ത് ആ കൂട്ടത്തിലുണ്ടായ വേറൊരു അമ്മ പറഞ്ഞ ഒരു ഡയലോഗ്, അതാണ് എന്നെ പിടിച്ചിരുത്തിയത്. ആ അമ്മ പറഞ്ഞേ, ഇവരുടെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്തിരുന്നത് എന്താണെന്നറിയോ? കറക്റ്റ് 1 മാസം തികയുമ്പോൾ 30-ാം തീയതി ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് വൈകുന്നേരം പോകേണ്ട അമ്മയുടെ കട്ടിൽ രാവിലെ പുറത്താ. നോക്കിയേ, തിരിച്ചു തരുന്നുണ്ട് തമ്പുരാൻ തരുന്നത്. തിരിച്ചറിയുന്നില്ല ഇന്നത്തെ മക്കള്, അറിയുന്നില്ലെന്നേ ഉള്ളൂ. ആ അമ്മച്ചി പറഞ്ഞ ഡയലോഗ് അപ്പം ഞാൻ ചിന്തിച്ചേ, അന്ന് ഇവര് പ്രായമായ അമ്മ ആയതുകൊണ്ട് കട്ടിൽ പുറത്ത് വെച്ചേ, ഇന്ന് അവര് പ്രായമാവണേലും മുമ്പ് തന്നെ സ്വയം കട്ടിലെടുത്ത് പോകേണ്ട അവസ്ഥ. ഇതൊക്കെ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നടക്കുന്നുണ്ട്. തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് മക്കളെ ദൈവഭയം പഠിപ്പിക്കുക. ദൈവഭയം, ദൈവഭക്തി, ഇത് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. ഇത് മാത്രം കൊടുത്താൽ മതി. ഇന്ന് പഠിപ്പ് കൊടുക്കാൻ നമ്മളെല്ലാം നോക്കില്ലേ? എല്ലാം നോക്കും പഠിപ്പ് കൊടുക്കാൻ, ഇല്ലേ? പണം ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാ വഴികളും നോക്കില്ലേ? എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല? ഇത് കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ് തലമുറ നശിക്കണേ. എത്ര കുടുംബങ്ങളാണ് ഇന്നിങ്ങനെ? എത്ര അമ്മമാരുടെ അപ്പന്മാരുടെ കണ്ണീരാണ് കാണേണ്ടത്? എത്ര? പക്ഷെ നന്നായി നോക്കണം അമ്മമാരറിയാം. ഇതുപോലെ തന്നെ വേറൊരു അമ്മേനെ പരിചയപ്പെട്ടപ്പോൾ ആ അമ്മ ഇന്നും കുർബാനയ്ക്ക് പോവും. ഭയങ്കര തീഷ്ണതയിൽ പോവാം. അമ്മയുടെ 3 മക്കളാണ്. 2 മക്കൾക്ക് എന്നും വിശുദ്ധ കുർബാന കാണാൻ പറ്റും, ഒരു മകന് മാത്രം കാണാൻ പറ്റില്ല. അപ്പോൾ ഈ അമ്മ ഭയങ്കര തീഷ്ണതയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ എന്താ എല്ലാ ദിവസവും മഴയുണ്ടായാലും പോകണം, അങ്ങനെയാണ് പോണേ. അപ്പോൾ ചോദിച്ചപ്പോൾ പറയുകയാണ്, എൻ്റെ 2 മക്കൾ വിശുദ്ധ കുർബാന എന്നും സ്വീകരിക്കും, എൻ്റെ മകൻ പുറത്താണ്, വിദേശത്താണ്, അവൻ എന്നും കുർബാന കാണാൻ പറ്റില്ല. അപ്പം ഞാൻ ഈശോനെ സ്വീകരിക്കുമ്പോൾ പകുതി ഈശോയെ ഇതെൻ്റെ മകനെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വീകരിക്കാമെന്ന്. നോക്കിയേ, അങ്ങനെ ജീവിക്കണ അമ്മമാരുണ്ട്. അതായത് മക്കളെ ദൈവഭയത്തിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് ഈ അമ്മ തന്നെ ഒരു അച്ഛൻ വന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കുന്ന ഉറപ്പുള്ളവർ കൈ ഉയർത്താൻ പറഞ്ഞ 2 പേര് കൈ ഉയർത്തിയാൽ ഒരമ്മ ഈ അമ്മയായിരുന്നു. ഈ വിശുദ്ധ കുർബാന മകന് വേണ്ടി എന്നും സ്വീകരിക്കുന്നു. ആ അമ്മ കൈ ഉയർത്തി പറഞ്ഞ എൻ്റെ മക്കൾ എന്നെ നോക്കി. മക്കളെ വളർത്തണത് തമ്പുരാന് വേണ്ടി ദൈവഭയത്തിൽ നമ്മൾ വളർത്തണം. പകർന്നു കൊടുക്കേണ്ടതൊക്കെ പകർന്നു കൊടുക്കണം, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. നമ്മ വായ കൊണ്ട് പറയണ്ട. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മ 6 മണി കഴിഞ്ഞ് അടുക്കളയിൽ കയറില്ല, കുരിശുവരെ പ്രാർത്ഥനയുടെ നേരം. ഇനി എന്തെങ്കിലും തിരക്കുകൊണ്ട് 6 മണി കഴിഞ്ഞ് അമ്മേനെ അടുക്കളയിൽ കണ്ട അമ്മ ചുമരുമ്പേം ചാരി നിന്ന് ഈ കുരിശുവരെ ആയിരിക്കും. അപ്പം ഞങ്ങൾ ചോദിക്കും, എന്താ ഈ കുരിശുവരെ? ഞാൻ 10ാം ക്ലാസ് വരെ വീട്ടിൽ നിന്ന്, അതേ ഞാൻ കോൺവെൻറ്റിൽ ചേർന്നതാണ്. അപ്പം ഞാൻ കണ്ട കാര്യം അമ്മ പറയുക, പ്രാർത്ഥനയുടെ നേരം അടുക്കളയിൽ കയറാൻ പാടില്ല, കയറണത് മാക്സിമം ഒഴിവാക്കും. പക്ഷെ ബൈ ചാൻസിന് അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ ആ അമ്മ നിൽക്കണത് മുഴുവൻ കുരിശു വരച്ചോണ്ടാണ്. അങ്ങനെ ഞാൻ കണ്ടിരിക്കണം എൻ്റെ അമ്മേനെ. അതുകൊണ്ടായിരിക്കാം ഇന്ന് ഇവിടെ ഇങ്ങനെ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ പുണ്യ, അവർ ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ പകർന്നു തന്ന കാര്യങ്ങളാണ്. അതുപോലെ ഞങ്ങൾ പഠിക്കുമ്പോൾ സ്കൂളിൽ ഒരു പ്രോഗ്രാമിനും പങ്കെടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് പരാതിയില്ല. കാറ്റിസം ക്ലാസ്സിൽ പ്രോഗ്രാമിന് സമ്മാനം വാങ്ങിയില്ലെങ്കിൽ, കാറ്റിസത്തിന് ഫസ്റ്റ് വാങ്ങിയില്ലെങ്കിൽ എൻ്റെ അമ്മ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഇന്ന് തമ്പുരാൻ്റെ വചനം പറയാൻ ഇങ്ങനെ നിൽക്കാനുള്ള ദൈവം കൃപ തന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയതാ ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് വന്ന ഏറ്റവും വലിയ അപാകത. നമ്മുടെ മക്കൾക്ക് ദൈവഭയം ഇല്ല. മാതാപിതാക്കൾ നോക്കിയില്ലെങ്കിൽ ഇത് ഇവരനുഭവിക്കും, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇതിൻ്റെ തിരിച്ചടി വരും, ഞങ്ങളുടെ തലമുറ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബോധ്യം അവരുടെ ഉള്ളിൽ ഇല്ല. ഇത് ഓർക്കുമ്പോഴാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ സിസ്റ്റേഴ്സ് ഒരുമിച്ചിരിക്കുമ്പോൾ രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ കുറച്ച് നേരം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയും. അപ്പം ഞങ്ങൾ ഇന്നലെ തന്നെ ഞങ്ങളുടെ ഒരു സിസ്റ്റർ വേറൊരു സിസ്റ്റർ നടക്കുമ്പോൾ ഇങ്ങനെ പതുക്കനെ കാലുവേദന എടുത്തിട്ട് കാലിങ്ങനെ കുത്തി നടക്കണം. അപ്പം ചെറിയ സിസ്റ്ററാണ്. അപ്പം എന്താന്ന് ഇങ്ങനെ നടന്നേ, ഭയങ്കര വയ്യാത്ത പോലെ തോന്നും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ചിരിച്ചപ്പോൾ അതിലുള്ളൊരു സിസ്റ്റർ വേഗം പറഞ്ഞു, ഈശോയെ ഞാൻ വെറുതെ പറഞ്ഞതാട്ടോ, ഞാൻ വെറുതെ പറഞ്ഞതാ. എന്താ ആ കളിയാക്കിയ പോലും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കും, മാത്രമല്ല നമുക്കത് തിരിച്ചു വരും ഇല്ലേ? അപ്പം തന്നെ ഈശോയെ ഞാനത് വെറുതെ പറഞ്ഞതാട്ടോ. നോക്ക്, അത്രയ്ക്ക് മൈന്യൂട്ടായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. നമ്മളൊന്ന് കൊടുത്താൽ മതി, നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി, മാതൃക കൊടുത്താൽ മതി. ഈ വചനം പറയുന്നത് പോലെ ചരിത്രം നൽകുന്ന പാഠം പകർന്നു കൊടുക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 10-ാം അധ്യായം 8-ാം വാക്യം, ജ്ഞാനത്തെ നിരസിച്ചതിനാൽ നന്മയുടെ വഴികളെ, ജ്ഞാനം 10:8, ജ്ഞാനത്തെ നിരസിച്ചതിനാൽ നന്മയുടെ വഴികളെ തിരിച്ചറിഞ്ഞില്ല. അതാ ജ്ഞാനത്തെ നിരസിച്ചതിനാൽ നന്മയെ അവർ തിരിച്ചറിഞ്ഞില്ല. ആ ഒരു വചനം മതി. ജ്ഞാനത്തെ നിരസിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിരസിച്ചതുകൊണ്ട് നമ്മൾ ഇന്ന് കൊടുക്കേണ്ടത് മാതൃകയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കണം. ചില പതിവുകളുണ്ട്. വൈകുന്നേരമായ കുരിശു വരയ്ക്കണത്, അത് ടി വിയുടെ സീരിയലിൻ്റെ സമയം കഴിയുമ്പോഴല്ല. 6 മണി അല്ലെങ്കിൽ 7 മണി എന്നൊരു സമയമുണ്ടോ, കുരിശ് വരച്ചിരിക്കണം. ചെറുപ്പത്തിലെ മക്കൾ വരും, അപ്പം നമ്മുടെ കൺട്രോളിലല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പറഞ്ഞ കേൾക്കാനാവുന്നുള്ളൂ. ഇങ്ങനത്തെ മക്കൾ എവിടെ പോയാലും അവരിതൊക്കെ അനുസരിക്കും. നമുക്ക് ധൈര്യത്തോടുകൂടി പറയാൻ പറ്റും, എൻ്റെ മക്കൾ എന്നെ നോക്കും, ഒരു വൃദ്ധമന്ദിരത്തിൽ എന്നെ കൊണ്ടുവന്നാക്കില്ല എന്ന്. അങ്ങനെ പറയാൻ സാധിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. പ്രത്യേകമായിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ മക്കളായിരിക്കില്ല, പേരക്കുട്ടികളായിരിക്കും, അവർക്ക് നിങ്ങൾ കൊടുക്ക്. ഇതുപോലെയൊക്കെ നിന്ന് വചനം പറയട്ടെ മക്കളും പേരക്കുട്ടികളൊക്കെ. ഇതുപോലെയൊക്കെ വൈദികരും സിസ്റ്റേഴ്സൊക്കെ ലോകത്തിൽ വരട്ടെ. അത് നിങ്ങൾ ഈ ചെറുപ്പത്തിൽ കൊടുക്കേണ്ടത് മാത്രം കൊടുത്താൽ മതി. കുടുംബത്തിൽ കൊടുക്കേണ്ടത് മാത്രം കൊടുത്ത് ആ അമ്മ ചെയ്യണ പോലെ എൻ്റെ മകനും വേണ്ടി, എൻ്റെ മകൾക്കും വേണ്ടി ഞാൻ ഈശോയെ സ്വീകരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. അത്രയും നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് ചെയ്യുന്നതിൽ വരുന്ന വീഴ്ചയാണ് ഇന്ന് ഈ ലോകം, നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ പോകുന്നത്. ദൈവഭയമില്ല, പള്ളിയിൽ കയറണം എന്നില്ല. ഞാൻ ഇന്നാളെ നിങ്ങളോട് പറഞ്ഞു, ചില മക്കളെ എനിക്കറിയാം, അമ്മേനെ കൊണ്ട് പള്ളിയിലാക്കിയിട്ട് അവർ വന്ന് കിടന്നുറങ്ങും, അല്ലെങ്കിൽ ജിമ്മിന് പോകും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ജിമ്മ്, രാവിലെയും വൈകിട്ടാണ്. അത് രണ്ടും കുർബാനയുടെ നേരമായിരിക്കും. രാവിലത്തെ കുർബാനയുടെ നേരവും വൈകുന്നേരത്തെ കുർബാനയുടെ നേരം അവർ ജിമ്മിന് പോയി ആരോഗ്യം നോക്കും. ഈ ആരോഗ്യം കളയാൻ ദൈവത്തിന് 1 മിനിറ്റ് പോലും വേണ്ട എന്ന് ചിന്തിക്കാനുള്ള ജ്ഞാനം നമ്മുടെ മക്കൾക്ക് ഇല്ല. ഞാൻ പലപ്പോഴും അങ്ങനത്തെ മക്കളെ കാണുമ്പോൾ ഉള്ളിൽ വേദനിക്കാറുണ്ട്. ചിലതൊക്കെ നമ്മുടെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വേദനിപ്പിക്കുന്നു പറയില്ലേ, അങ്ങനെ വേദനിപ്പിച്ച 2 അനുഭവം ഞാൻ പറഞ്ഞ്. ഒന്ന് എന്നോട് ആ അമ്മ പറഞ്ഞത് ചായ കുടിക്കാൻ വേണ്ടിയാണ്. ഞാൻ 2 ചായ വെച്ച് കുടിച്ചു സിസ്റ്ററേ. എന്നാലോചിച്ച് നോക്കി, നമ്മൾ കഷ്ടപ്പെട്ട് പ്രസവിച്ച് വളർത്തി ഇത്രയും വലുതാക്കിയിട്ട് നമുക്കൊരു ചായ തരാനോ, ഒന്ന് സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്ത് ഇരിക്കാനോ, നമ്മളെ ഒന്ന് നോക്കാനോ, അമ്മേ അപ്പാന്നൊന്ന് വിളിക്കാനോ ഒന്നും നമ്മുടെ മക്കളില്ല. അവർക്ക് അതിനൊന്നും നേരമില്ല. അതൊക്കെ അവർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് ഇന്നത്തെ ലോകം. ഈ ലോകത്തെ തിരുത്തി എഴുതാൻ നമുക്കൊന്നു മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികൾ ആരാണോ അവർക്ക് പകർന്നു കൊടുക്കുക. പതിവനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. വിശുദ്ധ കുർബാനയ്ക്ക് ചെറുപ്പത്തിലേ കൊടുക്കുക. ചെറുപ്പത്തിലേ കൊടുത്താൽ ഇടയിൽ കൈവിട്ട് പോയാൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റും. അതായത് യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം 21-ാം വാക്യം. യെശയ്യാ 59:21, നിന്റെ ആദരത്തിൽ ഞാൻ നിക്ഷേപിച്ച വചനവും നിക്ഷേപിച്ച ആത്മാവും നിന്റെയോ നിന്റെ തലമുറയെയോ നിന്ന് ഒരിക്കലും പിൻവലിക്കില്ല. ആ വചനം ഒന്ന് വായിക്കാമോ?
കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്നും ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. ഈ വചനത്തിൻ്റെ അഭിഷേകമാണ് നമ്മൾ നേടിക്കൊടുക്കേണ്ടത്, അല്ലാണ്ട് പഠിപ്പല്ല നേടിക്കൊടുക്കേണ്ടത്. സാഹചര്യം ഒരുക്കി കൊടുക്കണം, പഠിക്കാനെല്ലാം സാഹചര്യം ഒരുക്കി കൊടുക്കണം, എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കണം. പക്ഷേ ഈ ഏശയ്യ 59:21 വചനത്തിൻ്റെ അഭിഷേകം കൂടി ഒപ്പം ചേർത്ത് വെച്ച് കൊടുത്തില്ലെങ്കിൽ നാളെ നമുക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടാവും ഓരോ വൃദ്ധമന്ദിരങ്ങളുടെ ഓരോ മുറി, നമുക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കേണ്ടാവും. അവിടെ ഞങ്ങളൊക്കെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങളോട് ഭയങ്കര സങ്കടത്തിൽ പറയുന്നതാ, ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതിൻ്റെ ഒരു വലിയ ചരിത്രം പറയും. നമ്മൾ ആ ചരിത്രമൊക്കെ ഉണ്ട്, പക്ഷേ അത് വേണ്ട വിധത്തിൽ മക്കളിലേക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ കണ്ണീരൊഴുക്കി ഇരിക്കേണ്ടി വരുന്നത്. ഇത് കൊടുത്തില്ലെങ്കിൽ നമ്മളും തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കണം. നമുക്ക് വേണ്ടി ചരിത്രം സൃഷ്ടിച്ചവനാ നമ്മുടെ ഈശോ അല്ലേ? ആ ചരിത്രം സൃഷ്ടിച്ചപ്പോൾ അത് പകർന്നു കൊടുത്ത് തലമുറേനെ കൊണ്ടുവരാനൊരു ഉത്തരവാദിത്വം കൂടി നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, നമുക്കുണ്ട്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റില്ല. ഇന്ന് എൻ്റെ മകൻ എൻ്റെ മകള് നോക്കണില്ല എന്ന് പറയുമ്പോൾ തിരിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. തമ്പുരാൻ്റെ അടുത്ത് എത്തേണ്ട ആത്മാവിനെ എൻ്റെ കയ്യിലേക്ക് തന്നത് അന്ന് കുഞ്ഞായിരിക്കുമ്പോൾ ഏൽപ്പിച്ചതാ. അത് തിരിച്ച് അവിടെ എത്തിയില്ലെങ്കിലില്ലേ കണക്ക് കൊടുക്കേണ്ടവർ നമ്മൾ തന്നെയാ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. മക്കൾ എങ്ങനെ ആയിക്കോട്ടെ, തിരിച്ച് തരുകാതിരിക്കേ അത് നമ്മൾ നോക്കണ്ട. പക്ഷേ നന്നായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു തരാം. അമ്മ പറഞ്ഞ പോലെ എൻ്റെ മക്കൾ എന്നെ നോക്കുന്ന എനിക്ക് ഉറപ്പാ, ചങ്കുറ്റത്തോടുകൂടി അങ്ങനെ പറയാൻ പറ്റണം. എൻ്റെ മക്കൾ എന്നെ നോക്കും, അവൻ ആരെ കെട്ടിക്കൊണ്ടെന്നാലും അവൻ എന്നെ നോക്കും. ഇപ്പം അതല്ലേ പ്രശ്നം, കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ മരുമോള്. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് നട്ടലില്ലാണ്ടായി പോണേ? നമ്മളെ അമ്മ അപ്പം വളർത്തിയത് നമ്മുടെ മക്കൾക്കല്ലേ അറിയുള്ളൂ. അത് അവർ മറ്റവരോട് പറയേണ്ടതാണ്. പക്ഷേ അത് അവർ പറയാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ 2 അമ്മമാരുടെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചു. അവരെന്നോട് സംസാരിച്ചപ്പോൾ കാപ്പി കുടിക്കണമെന്ന് പറഞ്ഞ അമ്മ പറഞ്ഞത്, ആ അമ്മ ഈ മകനെ ചില സമയത്ത് സംരക്ഷിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ വന്നപ്പോൾ അവൻ അങ്ങനെയല്ല, അവൻ എന്നെ നന്നായി ചെയ്യുന്ന മകനാ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുൻപിൽ ഒരു മാന്യമായ സ്ഥാനം ആ അമ്മ മകന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഓർക്കുമ്പോഴാണ് കൂടുതൽ സങ്കടം നമുക്ക് തോന്നുക. ഇതുപോലെ ഇപ്പം മാറി വീടുകളിൽ പോകണമെന്ന് പറഞ്ഞ ആ അമ്മയും ആ അമ്മോട് പറയും അടുത്തുള്ളവർ, നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെന്നൊന്ന് പറഞ്ഞുകൂടെ, അറ്റ്ലീസ്റ്റ് പോലീസിലെങ്കിലും ചെന്നൊരു കംപ്ലൈൻറ്റ് കൊടുത്തുകൂടെ എന്ന്. വേണ്ട, എൻ്റെ മക്കൾക്ക് നല്ലൊരു സ്ഥാനമുള്ളതാ, അത് വേണ്ട. നോക്കി, ഈ ഇന്നത്തെ തലമുറയിലുള്ള അപ്പനും അമ്മമാർക്കും ഇത്രയും വേദനിപ്പിച്ച മക്കളായിട്ടും അവർ സ്വന്തം അവരവർ ഒരു വാക്ക് പോലും എതിർത്ത്. ഈ 2 അമ്മമാരും വേദനയോടുകൂടി ഞങ്ങളെപ്പോലുള്ളവരോട് ഷെയർ ചെയ്യുമ്പോഴും അവരത് കഴിഞ്ഞ് പറഞ്ഞു നിർത്തുന്നത്, അത് വേണ്ട, ഞങ്ങളുടെ മക്കളല്ലേ, വേണ്ട. അവരുടെ നല്ല പേര് കളയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, ഒരിക്കലും. ഇത് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് നമ്മുടെ ഈശോ അങ്ങനെയല്ലേ, അല്ലേ? നമ്മളെയൊക്കെ പൊതിഞ്ഞു പിടിച്ചേക്കാം. നമ്മുടെ നല്ല പേര് ഒന്നും കളഞ്ഞിട്ടില്ല. ഇപ്പോഴും എല്ലാവരും മുൻപിലും നമ്മൾ നല്ലവരാ, എല്ലാവരും മുമ്പിലും നമുക്കൊരു സ്ഥാനം. ഇതൊക്കെ തമ്പുരാൻ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്നത് കൊണ്ടാണ്. ഇതൊക്കെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. ഈ അനുഭവങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ കയറണം, എന്നാലേ അത് ഫലം തരുള്ളൂ. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ കൂടുതലായിട്ട് നമ്മൾ ആശ്രയിക്കണം. നമ്മളെക്കൊണ്ട് സാധിക്കാവുന്നതല്ല തലമുറകളിൽ കയറി പ്രവർത്തിക്കാനോ മക്കളുടെ ഉള്ളിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഒന്നും. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇതെല്ലാം സാധ്യമാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിലും കുറേ നവീകരണങ്ങൾ നടക്കും. നമ്മുടെയൊക്കെ കുറേ പെരുമാറ്റങ്ങളും കുറേ സംസാരങ്ങളും ഒക്കെയാണ് നമ്മുടെ മക്കൾക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാതാക്കണത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ചില പെരുമാറ്റ രീതികൾ, ചില സംസാരങ്ങൾ അത് അവരെ വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മളെ പരിശുദ്ധാത്മാവ് ക്രമീകരിക്കും, ആ മക്കളെ പരിശുദ്ധാത്മാവ് ക്രമീകരിക്കും. ചില നന്നായി നോക്കണ മക്കൾ ഇങ്ങനെ പറയും, അമ്മമാർ ഇത്തിരി കയ്യിലിരിപ്പ് കൂടുതലാണ്. അപ്പോൾ ആ മക്കൾ പറയുന്നത് എന്താണെന്നറിയോ, പ്രായമായില്ലേ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ,
അങ്ങനെ നമ്മുടെ മക്കൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. നോക്കി, പരിശുദ്ധാത്മാവ് രണ്ട് കൂട്ടരെയും ക്രമീകരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ നമ്മുടെ തലമുറേനൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാം. ഏശയ്യ 59:21 അഭിഷേകം നമുക്ക് നേടിക്കൊടുക്കാവുന്നതൊന്നും മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളതൊന്നും മാത്രമേ ഉള്ളൂ. നമ്മൾ മൺമറഞ്ഞു പോയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ നിക്ഷേപിക്കപ്പെടണം. ദൈവത്തിൻ്റെ വചനം അവരിൽ നിറയപ്പെടണം. അതിനു വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിവെക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി, ആ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ തലമുറയ്ക്ക് വാങ്ങിക്കൊടുക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനോട് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മയെ നമുക്കൊന്ന് ഓർക്കാം. ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മക്കളെ ദൈവഭയത്തിൽ വളർത്താൻ, ഈശോയെ ജ്ഞാനത്തിലും അറിവിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിലും വളർത്തിയ പരിശുദ്ധ അമ്മ അതേ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് വർഷിച്ച് നമ്മളെയും നമ്മുടെ തലമുറ, നമ്മുടെ മക്കളെയെല്ലാം ഈശോയ്ക്ക് പ്രിയപ്പെട്ടവർ. നോക്കി, ദൈവത്തിൻ്റെ മനുഷ്യരുടെയും ദൈവത്തിൻ്റെ പ്രീതി വന്ന ഓട്ടോമാറ്റിക് മനുഷ്യരുടെ പ്രീതി അവിടെ വരും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രീതിയിലേക്ക് നമ്മുടെ മക്കളെ വളർത്താൻ, ഇനി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ, പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച നമ്മുടെ ഈശോ കരുണയുടെ കവാടം നമുക്കും നമ്മുടെ തലമുറയ്ക്കും കുടുംബത്തിനും മക്കൾക്കൊക്കെ വേണ്ടി തുറക്കുന്ന 100% ഉറപ്പാണ്. വചനങ്ങളിലൂടെ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വന്നുപോയ പിഴവുകളെ തിരുത്തി പുതിയൊരു തലമുറ, ദൈവഭയമുള്ളൊരു തലമുറ രൂപപ്പെടാനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം.